കുടുംബശ്രീ ശാരദ സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ശാലിനി സത്യഭാമയോട് ആ പേപ്പറിൽ ഒപ്പിടാമെന്ന് സമ്മതിക്കുകയാണ്. അങ്ങനെ പേപ്പർ വാങ്ങി ശാലിനി അതിൽ ഒപ്പൊക്കെ ഇട്ടിട്ട് ഭാമയെ തിരിച്ചേൽപ്പിക്കുകയാണ് കേട്ടോ. അങ്ങനെ ഭാമയാണെങ്കിൽ സന്തോഷത്തോടെ തുള്ളിച്ചാടി കാറി കയറി വീട്ടിലേക്ക് തിരിച്ച് പുറപ്പെടുവാണ്. 100 വാട്ടിൻ്റെ ബൾബ് കത്തിച്ച പോലെ ഭാമയുടെ മുഖം സന്തോഷം കൊണ്ട് പ്രകാശിച്ച് നിൽക്കുകയാണ് കേട്ടോ. ഈ സമയം വീട്ടിലാണെങ്കിൽ രാഘവനും ശ്യാമയും പിള്ളച്ചേട്ടനും വിഷ്ണുവും കാർത്തികയും എല്ലാവരും എന്താ നടക്കാൻ പോകുന്നത്, എന്താ ഭാമ ചെയ്യാൻ പോയതെന്ന് എന്നൊക്കെ അറിയാതെ ടെൻഷൻ അടിച്ച് എല്ലാവരും കാത്തിരിക്കുകയാണ്. അങ്ങനെ ഭാമ വീട്ടിൽ തിരിച്ചെത്തുവാണ് കേട്ടോ. അങ്ങനെ ബാൽക്കണിയിൽ നിന്ന് നോക്കിക്കൊണ്ടിരിക്കുമായിരിക്കും കാർത്തിക. അങ്ങനെ ഭാമയുടെ കാറ് കാണുന്നതും ഓടിച്ചെന്ന റൂമിൽ വിഷ്ണുവിൻ്റെ അരികിൽ ചെന്ന് പറയണേ, വിഷ്ണു ഏട്ടാ സത്യാമ്മ വന്നിട്ടുണ്ട്. അങ്ങനെ അവർ രണ്ടാളും റൂമിൽ പുറത്തേക്ക് പോകുവാണ്. ഈ സമയം ഭാമ വിജയ് ഭാവത്തിൽ പെട്ടിയുമായിട്ട് അകത്തേക്ക് കയറി വരുമായിരിക്കും. അങ്ങനെ വന്ന് സോഫയിൽ വന്നിരിക്കുക. എന്നിട്ട് രാഘവൻ്റെയും ശ്യാമയുടെയും എല്ലാവരുടെ മുമ്പിൽ ചിരിച്ചുകൊണ്ടിങ്ങനെ നിൽക്കുക. ഈ സമയം വിഷ്ണുവും കാർത്തികയും മുകളിൽ നിൽക്കുന്നത് കാണുവാണ് കേട്ടോ. അന്നേരം ഭാമ അവർ രണ്ടാളും വിളിക്കണേ, വാ രണ്ടാളും ഇങ്ങോട്ട് വാ. അങ്ങനെ എല്ലാവരും ഹോളിലെത്തുവാണ്. ഈ സമയം ഭാമ പിള്ളേനോട് പറയണേ, ഇടോ പിള്ളേ, നമുക്ക് എത്രയും പെട്ടെന്ന് തന്നെ ഒരു റിസപ്ഷൻ നടത്തണം. ഒരു വലിയ ഹോട്ടൽ തന്നെ ബുക്ക് ചെയ്തോ. നമ്മുടെ എല്ലാ ബന്ധുക്കളെയും സുഹൃത്തുക്കളെയും എല്ലാവരെയും വിളിച്ച് ഗ്രാൻഡായിട്ട് സെലിബ്രേറ്റ് ചെയ്യണം. ഭക്ഷണം തന്നെ എല്ലാത്തരം വേണം. പിന്നെ കുടിക്കാനുള്ളത് അത് നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ ആയിക്കോ. ഈ സമയം ഇത് കേൾക്കുമ്പോൾ രാഘവൻ പറയണേ, എന്നാൽ പിന്നെ 2-3 ഐറ്റം ഡാൻസും കൂടെ ആക്കിക്കോ. അതേക്കുമ്പോൾ ഭാമ പറയണേ, എടോ പിള്ളേ, രാഘവേട്ടിന് അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ അതും കൂടി ആഡ് ചെയ്തോ. പണച്ചെലവിൻ്റെ കാര്യമെന്നോർത്ത് ഒരു ടെൻഷനും വേണ്ട. ആ റിസപ്ഷനിൽ വെച്ച് എല്ലാവർക്കും മുമ്പിൽ വിഷ്ണുവിൻ്റെ കാർത്തികയുടെ വിവാഹ കാര്യം ഞാൻ അനൗൺസ് ചെയ്യും. അത്രയ്ക്ക് സന്തോഷത്തിലാണ് ഞാൻ. അന്നേരം അതേക്കുമ്പോൾ രാഘവൻ പറയണേ, ഭാമേ, ഡിവോഴ്സ് നടക്കാതെ ഇവരുടെ വിവാഹം നടത്താൻ പറ്റില്ലെന്നുള്ള കാര്യം വക്കീൽ പറഞ്ഞത് നീ മറന്നുപോയോ? ഈ സമയം കാർത്തിക മനസ്സിൽ പറയണേ, ഈശ്വര, ബന്ധുക്കളെ ആൾക്കാരെയൊക്കെ വിളിച്ചാൽ ആരെങ്കിലും തിരിച്ചറിഞ്ഞാലോ, എൻ്റെ കള്ളക്കളികൾ പൊളിഞ്ഞാലോ എന്നും പറഞ്ഞ കാർത്തിക ടെൻഷനോടെ ആലോചിച്ച് നിൽക്കുവാണ്. ഈ സമയം രാഘവനോട് ഭാമ പറയണേ, അതെ, ഈ സത്യഭാമ ഒരു കാര്യം നേടണമെന്ന് വിചാരിച്ചാൽ അത് എന്ത് വില കൊടുത്താണെങ്കിലും നേടിയിരിക്കും. ഞാനിന്ന് ഇവിടുന്ന് പോയത് ആ ശാലിനിയെ കണ്ട് അവളെ കൊണ്ട് ഡിവോഴ്സ് പേപ്പറിൽ ഒപ്പിടിക്കാനാണ്. ആ കാര്യം സാധിച്ചെടുത്തിട്ടാണ് ഭാമ ഇവിടെ തിരിച്ചെത്തിയിരിക്കുന്നത്. അങ്ങനെ ഭാമയുടെ ആ വാക്കുകളൊക്കെ കേട്ടിട്ട് വിഷ്ണുവും ശ്യാമയും കാർത്തികയും രാഘവനും എല്ലാവരും ഒന്ന് ഷോക്കാകുവാണ്. രാഘവൻ പറയണേ, നീ എന്താ പറഞ്ഞു വരുന്നത്? അന്നേരം ഭാമ പറയണേ, നിങ്ങൾക്ക് എന്താ രാഘവേട്ട വിശ്വാസവും ഇല്ലേ? ശാലിനി ഡിവോഴ്സ് പേപ്പറിൽ ഒപ്പിട്ടു. ദേ അവൾ ഒപ്പിട്ട് ഡിവോഴ്സ് പേപ്പറായി കാണുന്നത് എന്ന് പറഞ്ഞ് ആ പെട്ടി തുറന്ന് അതിൽ നിന്ന് പേപ്പർ എടുത്ത് കാണിക്കുവാണ്. അല്ലെങ്കിലും അവൾക്കിനി എന്ത് കാരണം പറഞ്ഞ് ഒപ്പിടൽ മുടക്കാൻ പറ്റും? എൻ്റെ മോനെയും ചതിച്ച് മറ്റൊരുത്തിൻ്റെ കുഞ്ഞിനെയുമായിട്ടല്ലേ അവൾ ഈ നാട്ടിൽ വന്നിരുന്നത്. ഇവൻ്റെ ഭാര്യയെ ജീവിച്ച് പെട്ടെന്നൊരു ദിവസം ഇവനോട് പോലും ഒന്നും പറയാതെ അവൾ എങ്ങോട്ടോ പോയി. അവളുടെ തോന്നിയവാസമൊന്നും ഈ വീട്ടിൽ നടക്കുന്നില്ലെന്ന് അവൾക്ക് മനസ്സിലായി. അതുകൊണ്ടാണ് അവൾ ആരോടൊന്നും പറയാതെ ഇവിടെ നിന്ന് പോയി കളഞ്ഞത്. പിന്നീട് അവൾക്ക് അവിടെ തോന്നിയ പോലെ ജീവിച്ചു. നീണ്ട 6 വർഷക്കാലം അവളൊരു മനുഷ്യ സ്ത്രീയല്ലേ, വല്ല പ്രലോഭനങ്ങളും വീണു പോയിട്ടുണ്ടാവും. അങ്ങനെ അവസാനം ഒക്കത്തൊരു കൊച്ചായപ്പോൾ അവൾ വീണ്ടും നാട്ടിലേക്ക് തിരിച്ചു വന്നു. അപ്പോഴാണ് എൻ്റെ മോൻ ഇത്രയും നാൾ അവളെ കാത്തിരിക്കുകയാണെന്ന് അവൾ അറിഞ്ഞത്. അതറിഞ്ഞതോടെ പിന്നെ അവളുടെ ശ്രമം എൻ്റെ മോൻ്റെ ജീവിതത്തിലേക്ക് നുഴഞ്ഞു കയറാനായിരുന്നു. അതുകൊണ്ടല്ലേ അവൾ അവളുടെ 5-6 വയസ്സ് പ്രായമുള്ള ആ കൊച്ചിനെ വീട്ടിൽ ഒളിപ്പിച്ച് നിർത്തിയിട്ട് ഇവിടെ വന്ന് അവകാശം സ്ഥാപിക്കാൻ ശ്രമിച്ചത്. അതൊക്കെ ഭാമ ഇങ്ങനെ പറയുന്നത് കേൾക്കുമ്പോൾ വിഷ്ണുവിൻ്റെ മനസ്സ് വല്ലാതെ വേദനിക്കുന്നുണ്ട് കേട്ടോ. വിഷ്ണുവിൻ്റെ കണ്ണൊക്കെ നിറയുവാണ്. എന്നിട്ട് ഭാമ പറയണേ, എന്നാൽ അത്യഭാമയുടെ മുമ്പിൽ വിലപ്പോയില്ലെന്ന് അവൾക്ക് മനസ്സിലായി. അവസാനം അവൾ തന്നെ തോൽവി സമ്മതിച്ചു. എൻ്റെ മുന്നിലിപ്പോൾ അവൾക്ക് പറഞ്ഞു നിൽക്കാൻ പ്രത്യേകിച്ച് ന്യായങ്ങളൊന്നുമില്ല. അതോടെ തന്നെ അവസാനം അവൾക്ക് പേപ്പറിൽ ഒപ്പിടേണ്ടി വന്നു. അല്ല രാഘവേട്ട, നിങ്ങളുടെ മരുമോൾ ഇവിടെ തിരികെ എത്തിക്കാനായിട്ട് സ്വന്തം ജീവൻ പോലും കളയാൻ നോക്കിയില്ലേ? അവൾക്ക് വേണ്ടി മരിക്കാൻ പോലും നിങ്ങൾ തയ്യാറായില്ലേ? അന്ന് അവൾ ഇവിടെ വന്ന് ഒഴുക്കിയ മുതലക്കണ്ണീരിൻ്റെ കയ്യും കണക്കുമില്ലല്ലോ. നിങ്ങൾക്ക് എന്തെങ്കിലും സംഭവിച്ച നഷ്ടം ഓർക്കാ എനിക്ക്, അല്ലാതെ മറ്റാർക്കാ? അവൾക്കതുകൊണ്ട് എന്താ നഷ്ടം സംഭവിക്കാനാ? എന്നിട്ട് അവൾ ഇവിടെ വന്ന് മുതലക്കണ്ണീര് കറിഞ്ഞ് എല്ലാവരെയും കയ്യിലെടുത്തിട്ട് ഒരിറങ്ങിപ്പോക്കും. അവൾ ഇവിടെ ജീവിക്കാൻ ഞാൻ സമ്മതിച്ചില്ല പോലും. പിന്നെ എവിടെയോ പെറ്റുവീഴ്ച വന്ന അവൾ ഇവിടുത്തെ മഹാറാണിയാക്കി ഞാൻ വാഴിക്കണമായിരുന്നു. അവൾ എത്ര വലിയ കളക്ടറാണെന്ന് പറഞ്ഞാലും അവൾ ചെയ്ത ഈ ചെറ്റത്തരത്തിനെയൊക്കെ കുറിച്ച് പറയാനേ ഈ ഭാമക്ക് ഒരു മടിയില്ല. അതവളുടെ മുഖത്ത് നോക്കി തന്നെ പറയുകയും ചെയ്യും. അവൾക്ക് വേണ്ടി മരിക്കാൻ പോലും നോക്കിയ രാഘവേട്ട, നിങ്ങളിപ്പോൾ ആരായി? ഇതേ കണ്ടില്ലേ അവൾ ഒപ്പിട്ട ഡിവോഴ്സ് പേപ്പർ. ഇനി അവൾ എൻ്റെ മോൻ്റെ ജീവിതത്തിലേക്ക് ഒരിക്കലും ഒരു ഒഴിയാപതയായിട്ട് കടന്നു വരികയില്ല. അതുകൊണ്ട് തന്നെ ഇന്നെൻ്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ഞാൻ സന്തോഷിക്കുന്ന ദിവസവും ഞാൻ അവൾക്ക് മുമ്പിൽ ജയിച്ച ദിവസം ഇതാ രാഘവേട്ട, നിങ്ങൾ നോക്ക്, അവളൊപ്പിട്ടത് നിങ്ങൾ നോക്കുന്നേ. ഈ സമയം ശ്യാമ മനസ്സിൽ പറഞ്ഞേ, ഈശ്വര, കുഞ്ഞേച്ചി ഡൈവോഴ്സ് പേപ്പറിൽ ഒപ്പിട്ടെന്നോ?
എനിക്കിത് വിശ്വസിക്കാനേ പറ്റുന്നില്ല. ഈ സമയം വിഷ്ണുവിന് ഇതൊന്നും താങ്ങാൻ പറ്റുന്നില്ല കേട്ടോ. വിഷ്ണുവിൻ്റെ സങ്കടം കൊണ്ട് കണ്ണൊക്കെ നിറയുവാണ്. അങ്ങനെ കണ്ണുനീരൊക്കെ തുടക്കുവാണ് കേട്ടോ വിഷ്ണു. ഈ സമയം ഇതൊക്കെ കാണുമ്പോൾ കാർത്തികൊക്കെ വല്ലാതെ വിഷമമാകുവാണ്. വിഷ്ണു അങ്ങനെ ശാലിനിയുടെ കഴുത്തി താലി കെട്ടിയ സംഭവങ്ങളും പിന്നീട് അവരുടെ ജീവിതമൊക്കെ ഇങ്ങനെ ഓർക്കുവാണ്. ഇതേസമയം ഭാമ ആ ഡിവോഴ്സ് പേപ്പർ രാഘവന് നേരെ നീട്ടുക. ഇതാ രാഘവേട്ട നോക്ക്, അവളിട്ട് ഒപ്പ് നോക്കുന്നേ, നിങ്ങൾ കണ്ണ് തുറന്ന് കാണ്, നോക്ക് രാഘവേട്ട എന്ന് പറഞ്ഞ് രാഘവൻ്റെ മടിയിലേക്ക് ആ പേപ്പർ ഇടുവാണ്. ഈ സമയം രാഘവൻ സങ്കടത്തോടെ ആ പേപ്പർ തുറന്ന് നോക്കുമായിരിക്കും. അന്നേരം അതിൽ ഉള്ള കാര്യം കാണുമ്പോൾ രാഘവൻ ഇരുന്ന് പൊട്ടിച്ചിരിക്കുകയാണ് കേട്ടോ. ഇത് കണ്ടിട്ട് എല്ലാവരും എന്താ സംഭവം എന്നറിയാതെ അന്തം വിട്ടിരിക്കുക. അന്നേരം ഭാമ ചോദിക്കണേ, രാഘവേട്ട നിങ്ങൾ എന്താ ഇങ്ങനെ ഇരുന്ന് ചിരിക്കുന്നത്? ഈ സമയം രാഘവൻ പറഞ്ഞേ, പിന്നെ ഇതിലെ ഈ ഒപ്പ് കണ്ടാലേ എനിക്ക് ചിരി സഹിക്കാൻ പറ്റുന്നില്ല ഭാമേ. അയ്യോ എടാ നീ ഇതൊന്ന് നോക്കിക്കേ എന്ന് പറഞ്ഞ് ആ പേപ്പർ വിഷ്ണുവിനും കൊടുക്കുവാണ്. വിഷ്ണു അങ്ങനെ അത് നോക്കുവാണ് കേട്ടോ. അങ്ങനെ അതിലുള്ള കാര്യം കണ്ട് വിഷ്ണുവിന് ആശ്വാസമാകുവാണ്. ഈ കാഴ്ച കണ്ട് വിഷ്ണു ശ്യാമക്കൊക്കെ സന്തോഷമാകുവാണ് കേട്ടോ. അന്നേരം ഭാമ പറയണേ, പിള്ളേ എന്താന്ന് നോക്കിക്കേ. അങ്ങനെ പിള്ളേ അത് നോക്കി ചിരിക്കുക. അത് കാണുമ്പോൾ ഭാമക്ക് ആകെ ഒന്നും മനസ്സിലാവുന്നില്ല. ഭാമ ചോദിക്കണേ, എന്താടോ താനെന്തിനിങ്ങനെ നിന്ന് ചിരിക്കുന്നത്? ഒരൊപ്പ് കണ്ടിട്ട് എന്താ ഇത്രയ്ക്ക് ചിരിക്കാനുള്ളത്? ഈ സമയം പിള്ള പറയണേ, സത്യാമ്മേ ഇതൊപ്പല്ല, ഇതിൽ ശാലിനി കുഞ്ഞൊരു കാര്യം എഴുതിയിരിക്കുക. അവൾ എന്താ എഴുതിയിരിക്കുന്നത്? അന്നേരം പിള്ള അത് വായിക്കുവാണ് കേട്ടോ. വിഷ്ണുവേട്ടൻ എൻ്റെ ജീവൻ്റെ ജീവനാ, അതിന് പകരമായിട്ട് 14 ലോകം തരാമെന്ന് പറഞ്ഞാലും ഞാൻ എൻ്റെ വിഷ്ണുവേട്ടനെ ആർക്കും വിട്ടു തരില്ല. അങ്ങനെ കേട്ടോ ശാലിനി എഴുതിയിട്ടുണ്ടാവുക. അതുകൊണ്ട് ഭാമ ആകെ അന്തം വിട്ട് എഴുന്നേറ്റ് നിൽക്കുവാണ്. ഈ സമയം വിഷ്ണു ഭാമയോട് ചോദിക്കണേ, അല്ല അമ്മ എന്തു പറഞ്ഞ അയാളെ കൊണ്ട് ഒപ്പിടിപ്പിച്ചത്? ഈ സമയം ഭാമ ശാലിനിയോട് ഒപ്പിടാൻ പറഞ്ഞ ആ കാര്യം ഓർക്കുവാണ്. വിഷ്ണുവിനോട് നിനക്ക് സ്നേഹം ഉണ്ടെങ്കിൽ അത് തെളിയിക്കാൻ അവസരം ഇത്. അങ്ങനെ ഭാമ ശാലിനിയോട് പറഞ്ഞ ആ കാര്യം ഓർത്തിട്ട് ഭാമ മനസ്സിൽ പറയണേ, അവൾ ആ രീതിയിലാണ് അതെടുത്തത്, അബദ്ധം പറ്റിയല്ലോ എന്ന് പറഞ്ഞ് ആകെ വിളറി വെളുത്ത് നാളം കെട്ട് നിൽക്കുവാണ്ടോ ഭാമ. ഈ സമയം രാഘവൻ കളിയാക്കിക്കൊണ്ട് ചോദിക്കണേ, അല്ല പിള്ളേ ഏത് ഹോട്ടലിൽ വെച്ചാൽ റിസപ്ഷൻ നടത്തുന്നത്? ഇന്ന് എൻ്റെയും ജീവിതത്തിലെ അവിസ്മരണീയ ദിവസമാണ് ഭാമേ. ഈ സമയം കേൾക്കുന്ന ഭാമയാണെങ്കിൽ ആകെ ദേഷ്യം വന്ന് ആ പേപ്പർ പിള്ളയുടെ കയ്യിൽ നിന്ന് തട്ടിപ്പറിച്ച് വാങ്ങുവാണ്. എന്നിട്ട് അവിടെ ഇരിക്കുന്ന ഫ്ലവർ വൈസൊക്കെ തട്ടിമറിച്ച് റൂമിലേക്ക് പോകാൻ തുടങ്ങുമായിരിക്കും. അന്നേരം പിള്ള പറയണേ, സത്യാമ്മ ഇനി ആ പേപ്പറും കൊണ്ട് കോടതി പോയാലേ നമുക്കെതിരെയായിരിക്കും കേസ് വരാൻ പോകുന്നത്. അതുകൊണ്ട് കോടതി പോയാൽ ഡിവോഴ്സ് ഒന്നും നടക്കുമെന്ന് തോന്നുന്നില്ല. അതിലുള്ള കാര്യം വഴിച്ച് നമുക്കെതിരായിരിക്കും ഇനി കേസ് വരാൻ പോകുന്നത്. അത് കേൾക്കുന്നതും ഭാമ ആ പേപ്പർ അവരുടെ മുമ്പിൽ വെച്ച് തന്നെ കീറി ചുരുട്ടി എറിയുവാണ്. ഒരു ശാലിനി എന്നും പറഞ്ഞ് ദേഷ്യത്തിൽ അത് എറിഞ്ഞിട്ട് ഭാമ വേഗം തന്നെ റൂമിലേക്ക് കയറി പോകുകയാണ് കേട്ടോ. ഈ സമയം വിഷ്ണു വേഗം തന്നെ റൂമിൽ പോകുന്നുണ്ട്. അങ്ങനെ റൂമിലൊക്കെ പോയി കണ്ണൊക്കെ തുടച്ച് സന്തോഷത്തോടെ ഇരിക്കുകയാണ് കേട്ടോ വിഷ്ണു. വാതിലിൻ്റെ അവിടെ നിന്ന് വിഷ്ണുവിൻ്റെ ഈ സന്തോഷമൊക്കെ കാണുമ്പോൾ കാർത്തികക്കും ഒത്തിരി സന്തോഷമാകുവാണ്. അങ്ങനെ സന്തോഷിച്ച് നിൽക്കുന്ന വിഷ്ണുവിനെ കാണിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് തീരുക. അപ്പോൾ ഈ ഒരു റിവ്യൂ ഇഷ്ടമായാൽ മറക്കാതെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ. ഇതേപോലുള്ള കൂടുതൽ റിവ്യൂസിനായിട്ട് ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്